ചില പ്രിയപ്പെട്ടവർ അല്പം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാനായിട്ട് മടിയും, ചില അധികം ഏൽപ്പിക്കാനായിട്ട് മടിയും. എന്നാൽ ദൈവസന്നിധി നാം ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നമ്മെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കപ്പെടും. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത് ഒരിക്കലും വൃഥാവല്ല. ആമേൻ. തന്നെ വ്യർത്ഥമായി അന്വേഷിക്കാനായിട്ട് ദൈവം കൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അന്വേഷിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതില്ല. ഈ ആഴ്ച നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന വളരെ അനുഗ്രഹമായി തീരുവാൻ ഞാൻ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ ദാസൻ ബെനിപാശ്രീ, ഇവിടെയുള്ള ദൈവജനങ്ങളെയും ജോൺസൺ ബ്രദർ, പ്രിയപ്പെട്ടവരെല്ലാം കടന്നു വന്നിരിക്കുന്ന സഹോദരിമാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഏരിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനായിട്ടും സ്തോത്രം. ദൈവം അവരെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ അവരെല്ലാം വർദ്ധിച്ചു വരുവാൻ ധാരാളമായിട്ട് ദൈവകൃപ അവരുടെ മേൽ പകരട്ടെ. നമുക്ക് ആവശ്യം ഒരു അനുഗ്രഹം, ഒരു ഉണർവാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ദൈവമേ നീ എന്നെ ഉണർത്തണമേ. ആ വലിയ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച, ഇവിടെ ഇരിക്കുന്ന വേളയിൽ പ്രകാശിപ്പിച്ച ആലോചനാവാക്യം വായിപ്പിച്ച ദൈവാലോചന, പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ആലോചന ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം, ദ ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവേൽ, ചാപ്റ്റർ 7 വേഴ്സ് 12. 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേരിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബെനേസർ എന്ന് പേരിട്ടു. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവജനം അനുഭവിച്ച വിടുതലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ വായിപ്പിച്ചത്. ദൈവസന്നിധി ശമൂവേൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കടന്നു വന്നു, മിസ്പയിൽ കൂടി വന്നു. ഒരു ദിവസം അവർ ഉപവസിച്ചു. 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ആ ദിവസം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവർ ഒരു ദിവസമാണ് ഉപവസിച്ചു പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന മുതൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വരെ നമുക്ക് കാണുവാൻ കഴിയും. ദിവസങ്ങളുടെ ദൈർഘ്യം, സമയത്തിന്റെ ദൈർഘ്യം നോക്കിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. എവിടെ മനസ്സൊരുക്കമുണ്ടോ എന്നാ ദൈവം, എവിടെ സമർപ്പണമുണ്ടോ എന്നാ ദൈവം, എവിടെ ആത്മദാഹമുണ്ടോ എന്നാണ് ദൈവം. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് അതൊക്കെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവർ ഒരു ദിവസം ഉപവസിച്ചു. പക്ഷെ ആ ഉപവാസം ദൈവവചന വ്യവസ്ഥ പ്രകാരം അവർ ഒരുക്കപ്പെട്ട് കടന്നു വന്ന് വിശുദ്ധീകരണത്തോട് ഉപവസിച്ചതുകൊണ്ട് ആ ഉപവാസം അവർക്ക് അനുഗ്രഹമായി തീർന്നു. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം ഒരുക്കത്തോടെ വിശുദ്ധീകരണത്തോടെ കടന്നു വരണം. ഇവർ ഉപവസിക്കുവാനിടയായി തീർന്ന പശ്ചാത്തലം, സാഹചര്യം എന്തായിരുന്നു? 5-ാം അധ്യായത്തിലേക്ക് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 ശമൂവേൽ 4-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവർ ഇവിടെ ഉപവസിക്കുവാനിടയായി തീർന്നതിന്റെ പിന്നിലെ പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 1 ശമൂവേൽ 4-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ.
വായിച്ചാട്ടെ. എന്നാൽ അവന്റെ മരുമകൾ ഫിനെഹാസിന്റെ ഭാര്യ പ്രസവമടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികിൽ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഇഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ഇസ്രായേലിൽ ഇഖാബോദിന്റെ അനുഭവം ഉണ്ടായി. ഇസ്രായേലിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോയി. ഇഖാബോദ് എന്നുള്ള പേരിന്റെ അർത്ഥം ദൈവജനത്തിന്റെ നടുവത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോയി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? 1 ശമൂവേൽ 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലും ഫെലിസ്ത്യരും തമ്മിലൊരു യുദ്ധമുണ്ടായി. യുദ്ധത്തിന്റെ ആരംഭത്തിൽ 4000 പേര് സംഹരിക്കപ്പെട്ടു. 2-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. ഇത്രയും പേര് സംഹരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ വാർത്ത അറിഞ്ഞപ്പോൾ ജനം പറഞ്ഞു, ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ മധ്യത്തിൽ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധകളത്തിൽ കൊണ്ടുവരാഞ്ഞത് കൊണ്ടാണ്, പെട്ടകം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പരാജയം സംഭവിച്ചത്. ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരാമെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണ്. അങ്ങനെ അവർ ശീലോവിലേക്ക് ആളയച്ചു. അന്ന് ശീലോവിലാണ് ദൈവത്തിന്റെ പെട്ടകം സമാന കൂടാരം സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിന്റെ പെട്ടകം അവിടെ നിന്ന് സാഘോഷമായി അന്നത്തെ മഹാപുരോഹിതനും ന്യായാധിപനുമായ ഏലിയുടെ മക്കളായ പുരോഹിതന്മാരായ ഹൊഫ്നിയുടെ ഫീനഹാസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. അവര് പെട്ടകത്തെ കൊണ്ടുവന്നു. പക്ഷെ യുദ്ധക്കളത്തിൽ പെട്ടകം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി ഇസ്രായേൽ ജനം ഭൂമി കുലുങ്ങുമണ്ണം ആർപ്പിട്ടു എന്ന് 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി കുലുങ്ങുമണ്ണം ആർപ്പിട്ടു. പക്ഷേ പെട്ടകം യുദ്ധക്കളത്തിൽ കൊണ്ടുവന്നിട്ടും ഭൂമി ഉലുങ്ങുമണ്ണം ആർപ്പോട് ഹല്ലേലൂയ പറഞ്ഞിട്ടും തുടർന്ന് നടന്ന യുദ്ധത്തിൽ ദയനീയ പരാജയമാണ്. കാരണം ആർപ്പിടിയിൽ നടന്നു, ശക്തമായ ജാഗരണം നടന്നു. പെട്ടകം കൊണ്ടുവന്നു. പെട്ടകത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആർപ്പിട്ട ജനത്തിന് വിശുദ്ധിയില്ലായി. ഹൊഫ്നിക്കും ഫീനഹാസിനും വിശുദ്ധിയില്ലായിരുന്നു. അവരെ കുറിച്ച് 3-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, അവർ ദൈവത്തെ ഓർക്കാത്തവരായി. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്നു. 2:12, 1 ശമൂവേൽ 2:12. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഹല്ലേലൂയ. അവർ നീചന്മാരായിരുന്നു, ദൈവത്തെ ഓർക്കാത്തവരായിരുന്നു. അതുമാത്രമല്ല, അവരെ കുറിച്ച് ഞാൻ അങ്ങനെ വിശദീകരിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ദൈവത്തിന്റെ യാഗങ്ങളെ, ദൈവത്തിന് അർപ്പിക്കുന്ന ഹോമയാഗങ്ങളിൽ നിന്ന് തങ്ങളുടെ ഭൃത്യന്മാരെ അയച്ച് മുപ്പല്ലിയിൽ മേധസ്സുള്ള ഭാഗത്തെ കുത്തിയെടുത്ത്, ബലാത്കാരത്തോട് കുത്തിയെടുത്ത് ദൈവത്തിന് ദഹിക്കേണ്ടുന്ന ഹോമയാഗത്തെ അവർ അവഹേളിച്ചിരുന്നു. ദൈവത്തെയാണ് അവർ അവഹേളിച്ചത്. ഹല്ലേലൂയ. 22-ാം വാക്യം മുതൽ 1 ശമൂവേൽ 2:22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ ഇപ്പോൾ ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ കാണുവാൻ കഴിയുന്നത് ഇവർ ഇമ്മോറലായിരുന്നു. അവർക്ക് ജീവിതത്തിൽ വിശുദ്ധിയിലായിരുന്നു, ദുർമാർഗികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് പ്രൈസ് ദി ലോർഡ് സ്വന്തം തങ്ങളുടെ മോറൽ ജീവിതം കാത്തു സൂക്ഷിച്ചില്ല. ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
അവരുടെ അപ്പൻ ഏലി അവരെ ഗുണദോഷിച്ചിട്ടും അവർ കേൾക്കുവാൻ കൂട്ടാക്കിയില്ല. അവരാണ് ഇപ്പോൾ പെട്ടകത്തെ കൊണ്ടുവന്ന് അത്യുച്ചത്തിൽ ആർപ്പിടാനായിട്ട് നേതൃത്വം കൊടുത്തത്. ജനമെല്ലാം ആർപ്പിട്ടു. പക്ഷെ എന്തു സംഭവിച്ചു? ഭൂമി ഉലുങ്ങുമണ്ണം ആർപ്പിട്ടിട്ടും 1 ശമൂവേൽ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ വായിക്കൂ. 10 1 ശമൂവേൽ 4:10 മുതലുള്ള വാക്യം. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തർ തന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരം ഉണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. വലിയ സംഹാരമുണ്ടായി. 30,000 പേര് കൊല്ലപ്പെടുവാനിടയായി. പെട്ടകം പിടിക്കപ്പെടുവാനിടയായി. പെട്ടകത്തിന്റെ ചാരത്ത് ചേർന്ന് നിന്ന പുരോഹിതന്മാരായ ഹൊഫ്നിയും ഫീനഹാസും അവർ കൊല്ലപ്പെട്ടു. അതുമാത്രമല്ല, ഈ വാർത്ത അറിയിക്കുവാനായിട്ട് രക്ഷപ്പെട്ട് ഓടിപ്പോരുന്ന ഒരു ബെന്യാമീനൻ വന്ന ഈ വാർത്ത പട്ടണത്തിൽ അറിയിച്ചു. ഏലി അടുക്കൽ അറിയിച്ചു. ഏലി ആ വാർത്ത കേട്ടപ്പോൾ പീഠത്തിൽ നിന്ന് ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു എന്നും 18-ാം വാക്യം വരെ വായിക്കുമ്പോൾ വായിക്കുന്നു. ഇതിന്റെ മുമ്പിലാണ് 19-ാം വാക്യം മുതൽ 1 ശമൂവേൽ 4:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഫീനഹാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയെ, അവൾക്ക് പെട്ടെന്ന് പ്രസവവേദന ഉണ്ടായി. മനസ്സിന്റെ പ്രയാസത്തിന്റെ ആധിക്യം അവൾ നിലത്ത് വീണ് പ്രസവിക്കുകയാണ്. ആ സമയത്ത് മരണവേദനയോടുകൂടി അവളായിരിക്കുമ്പോൾ സ്വതന്ത്രം അവൾ പിറന്നു വീണ കുഞ്ഞിന് ഇസ്രായേലിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോയി എന്ന് പറഞ്ഞ്, പെട്ടകം പിടിക്കപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഇസ്രായേലിന് പോയി എന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിന് ഈക്കാവോന്ന് പേരിട്ടു. എന്നിട്ട് അവൾ അതുകൊണ്ട് മരിക്കുക. എൻ്റെ വിവശയിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ഏലിയുടെ കുടുംബത്തിൽ ആകെ അല്പം എങ്കിലും ദൈവഭയം ഉണ്ടായിരുന്ന ഒരു ജീവിതം ആ പാവപ്പെട്ട സാധു സ്ത്രീയെ, ഫീനഹാസിന്റെ ഭാര്യ, തന്റെ സ്വന്തം ഭർത്താവ് ഫീനഹാസ് മരിച്ചു, ഭർത്താവിന്റെ സഹോദരൻ ഹൊഫ്നി മരിച്ചു, അമ്മായിയപ്പൻ ഏലി മരിച്ചു. ഇതൊക്കെ സ്തോത്രം തന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന വിഷയമാണെങ്കിലും ഏറ്റവും അധികം ഭാരപ്പെടുത്തിയത് പെട്ടകം പിടിക്കപ്പെട്ടതായി. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെയുണ്ട്? സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിയാണെങ്കിൽ സ്വന്തം ഭർത്താവ് മരിച്ചായിരിക്കും ഏറ്റവും. ആ പെട്ടകം പോയെങ്കിൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ പിന്നൊന്നും ഉണ്ടാക്കാവുന്നതല്ല ഈ പെട്ടകം കേട്ടോ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഖാബോദിന്റെ അനുഭവം ശമൂവേൽ പ്രവാചകനായി ന്യായാധിപനായിട്ട് ശുശ്രൂഷ തുടങ്ങുമ്പോൾ അവൻ അഭിമുഖീകരിക്കുന്ന ഇസ്രായേലിന്റെ ആത്മീക അവസ്ഥ സാഹചര്യം എന്താണെന്നറിയാമോ? ഈ ഖാബോദ്. ഏലി മാറ്റപ്പെട്ടു അടുത്തായിട്ട് ശമൂവേൽ പ്രവാചകനായിട്ട് വരികയാണ്. ഇപ്പോൾ ജനത്തിന്റെ മധ്യത്തിലെ അനുഭവം എന്താണ്? പെട്ടകം പിടിക്കപ്പെട്ടു, ഫെലിസ്ത്യദേശത്ത് പോയി 7 മാസമേ അവർക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ഒത്തു. അതും വളരെ പ്രയാസപ്പെട്ടു. പെട്ടകത്തെ ഓർത്ത് ആരും ദുഃഖിക്കണ്ട. പെട്ടകത്തിന് തന്റെ ശക്തി വെളിപ്പെടുത്താൻ സ്തോത്രം. അല്ലെങ്കിൽ പെട്ടകം മതിയായത്. തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്തവനാ സ്വർഗത്തിലെത്തിയാണ്. ഹല്ലേലൂയ. ദാഗോന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട പെട്ടകം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഫെലിസ്ത്യർ കൊണ്ടുപോയി. യഹോവയുടെ പെട്ടകമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇസ്രായേലിയുടെ ദൈവമാണ് യഹോവ. അപ്പോൾ യഹോവയുടെ പെട്ടകം. അപ്പൊ ഇതും ഒരു ദൈവമായിട്ട് ഇരിക്കട്ടെ. ദാഗോന്റെ ബിംബത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി അവർ ഈ യഹോവയുടെ പെട്ടകവും കൂടെ വെച്ചു. യഹോവയുടെ പെട്ടകത്തെയും കൂടെ കൂട്ടത്തിൽ ആരാധിക്കാം. ദാഗോനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ആരെയും കൂടെ ആരാധിക്കാം? യഹോവയെയും കൂടെ. 5-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, അടുത്ത ദിവസം രാവിലെ ദാഗോനും യഹോവയ്ക്കും 2 പേർക്കും കൂടെ
യാഗാർപ്പണം നടത്താൻ പൂജ അർപ്പിക്കാനായിട്ട് പൂജാരികൾ വന്നപ്പോൾ കണ്ട രംഗം എന്താണെന്ന് അറിയാമോ? ദാഗോൻ ആ പ്രതിഷ്ഠിച്ച സ്ഥാനത്ത് നിന്ന് ആ ബിംബം എന്ത് ചെയ്യുന്നു? താഴെ വീണ് കിടക്കുക. യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് കിടക്കുക. ഉടനെ അവരെന്തോ ചെയ്തെന്ന് അറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ട് 3-ാം വാക്യത്തിൽ. അവർ ദാഗോനെ വീണ്ടും എന്ത് ചെയ്തു? മേസ്തിരിമാരെ വിളിച്ചു വരുത്തി അവർ എന്ത് ചെയ്തു? നല്ലവണ്ണം കോൺക്രീറ്റ് ചെയ്ത് എന്ത് ചെയ്തു? സിമെൻ്റ് എല്ലാം കൂട്ടി ചാന്ത് കൂട്ടി ഉറപ്പിച്ചു. ഇതേ ചിലപ്പം ഈ എന്തെങ്കിലും ഒരു കാറ്റോ എല്ലാം അടിച്ച് അല്ലെങ്കിൽ ശരിയായിട്ട് അത് കോൺക്രീറ്റ് ചെയ്യാഞ്ഞോണ്ട് ഇങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് നല്ലോണം മേസ്തിരി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചോണമെന്ന് നല്ലോണം ഉറപ്പിച്ചങ്ങോട്ട് വെച്ചു. എന്നിട്ട് മേസ്തിരി പറഞ്ഞു ഇനി ഏത് കാറ്റടിച്ചാലും ഇത് പോകില്ലായിരുന്നു. പക്ഷെ അടുത്ത ദിവസം വീണ്ടും പൂജാരിമാർ വന്നു നോക്കിയപ്പോൾ കണ്ടതാണെന്നാണെന്ന് അറിയാമോ? ദാഗോൻ മുറിഞ്ഞ് കിടക്കുകയാണ് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ. അപ്പോൾ അവർക്ക് മനസ്സിലായി യഹോവ ആരാ. ഫെലിസ്ത്യർക്ക് അറിയാം യഹോവ ആരാണ്, പക്ഷെ ഇസ്രായേലർക്കായിരിക്കും അറിയാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. മൂഢജാതികളെ കൊണ്ട് എരിവ് വരുത്തുന്നവൻ സ്വർഗ്ഗത്തിലെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. തുടർന്ന് ഈ പെട്ടകം എവിടെല്ലാം പോയോ അവിടെ എല്ലാം ഫെലിസ്ത്യർക്ക് ഭാരമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞ, അധാർമ്മികത കൊണ്ട് നിറഞ്ഞ ജാതികളുടെ പട്ടണങ്ങൾക്ക് എല്ലാം അതൊരു ഭാരമായിട്ട് തീർന്നു. അവർക്കെല്ലാം വലിയ മാറാ രോഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിൽ എങ്ങനെയെങ്കിലും ഈ പെട്ടകൂടെ നിന്ന് കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവര് ഒരു പശുവിനെ കെട്ടിയ വണ്ടിക്കകത്ത് ഈ പെട്ടകത്തെ ഇസ്രായേലിലേക്ക് അയക്കും. ഞാൻ ചുരുക്കി പറയട്ടെ, അത് ഒടുവിൽ ഈ പശു നേരെ ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ഈ പെട്ടകത്തെ ചുമന്നുകൊണ്ട് ഈ പശു പോവുകയാണ്. നേരെ ഇസ്രായേൽ ദേശത്ത് ചെന്നെത്തി. കാള തൻ്റെ ഊടേവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും എന്റെ ജനമോ അറിയുന്നില്ല. ദൈവത്തിന്റെ ന്യായം ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ പശുവിന്റെ ഉള്ളിൽ ഒരു ഉത്ബോധം, ഞാൻ ആരെയാ വഹിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമേ, ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ആരെയാ? മഹാദൈവത്തെ. പർവ്വതങ്ങളെ വെള്ളിക്കോവിൽ കൊണ്ട് തുലാസിൽ തൂക്കുന്ന ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. കടൽപ്പുറത്തെ മണലുകളെ നാഴിക്കകത്ത് കൊള്ളിക്കുന്ന ദൈവത്തെയാ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? നിന്റെ ദൈവം ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ശക്തി അപ്രമേയമത്രേ. നമ്മുടെ ദൈവം ക്ഷീണിക്കാത്ത ദൈവം, തളരാത്ത ദൈവം. അവന്റെ ശക്തി അപ്രമേയമാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കടിയന്മാരെ പോലെ ചിറകടിച്ച് പറന്നു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ. ക്ഷീണിക്കാത്ത, ശക്തി കുറയാത്ത ദൈവത്തെ, ശക്തി അപ്രമേയമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. എന്നാൽ ശക്തിക്ഷയം പലപ്പോഴും നമുക്ക് സംഭവിക്കും. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ള സമയമാണ്, സന്ദർഭമാണ്, ശക്തിയിൽ പ്രശംസിക്കുന്ന സമയമാണ് യൗവനകാലം. എന്നാൽ 40-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യെശയ്യാവ് എഴുതി വെച്ചിരിക്കുക, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരെ.
പക്ഷേ യഹോവയെ കാത്തിരിക്കുന്ന രണ്ട് Praise the Lord. Praise the Lord. Oh, Ramana Hachara Lava Shambhala. Hallelujah. പെട്ടകം ഇപ്പോൾ കിരിയത്തിയാരുമി. Praise the Lord. അബിനാദാബിന്റെ ഭവനത്തിൽ അവിടെ ചില വർഷങ്ങളായിരിക്കും. ആ സന്ദർഭത്തിലാണ് ഈ ശമൂവേൽ പ്രവാചകൻ പുരോഹിതനായിട്ടും ന്യായാധിപനുമായിട്ടും അധികാരത്തിൽ വരുന്നു. ശുശ്രൂഷ താൻ ഒന്നാമത് ചെയ്ത കാര്യം എന്താണെന്ന് അറിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ താൻ ഉപവസിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങിയാണ് ജനത്തെ ഒരുക്കുക. 7-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കും. 1 ശമൂവേൽ 7-ന്റെ 3, 4, 5 വാക്യം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ശ്രദ്ധിക്കൂ, ഉപവാസത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുക. ചെല്ലി ചിന്തിക്കുന്നത് ഉപവസിച്ചുകൊണ്ട് ഒരുങ്ങാവുന്ന, അങ്ങനല്ല, ഒരുങ്ങി വരുന്നവർ ഉപവസിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഒരുങ്ങാതെ ക്രമീകരണം പ്രാപിക്കാതെ ഉപവസിച്ചു കഴിഞ്ഞാൽ ബന്ധനം വർദ്ധിക്കും. പലരും മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത, പലരും മനസ്സിലാക്കാത്ത കാര്യമായി ജൈവദാസന്മാരായ ഞങ്ങൾക്കൊന്നും ശരിക്കും ഇപ്പൊ പറയാൻ പോലും ഒക്കത്തില്ല. ഞാൻ 38 വർഷമാണ് ശുശ്രൂഷിക്കുന്നത്. ബൈബിളിലെ വചന സത്യങ്ങൾ ആ സിറ്റീസ് അല്ലാതെ ഞാൻ എൻ്റെ വാദമൊന്നും സംസാരിക്കത്തില്ല. ബൈബിളിലെ വചനം ഞാൻ പറയും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചു കിടന്നാൽ എൻ്റെ ശവപ്പെട്ടിക്കകത്ത് നിന്ന് പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ഉപവാസത്തിന്റെ ഡെഫിനിഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാവ് 58-ാമത്തെ അധ്യായത്തിൽ 58-ാം അധ്യായത്തിന്റെ 6, 7 വാക്യങ്ങൾ വളരെ ചുരുക്കം പേരായിട്ടാണ് ഇന്ന് കടന്നുവന്നിരിക്കുന്നെങ്കിലും അതിൽ കടന്നുവന്നിരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ മഹൽ സാന്നിധ്യം ഉണ്ടല്ലോ. ഹല്ലേലൂയ. യെശയ്യാവ് 58-ാം അധ്യായം ദ ചാപ്റ്റർ ഓഫ് ഫാസ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായമാണ്. അതിൽ 6, 7 വാക്യങ്ങൾ വായിച്ചാട്ട്. 6, 7 വാക്യങ്ങൾ. അന്യായബന്ധനങ്ങളെ അഴിക്കുക, ദുഃഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ ദുഃഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അടുത്തത്, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നരെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? ഇതാണ് ഉപവാസം. ദൈവം സാധിക്കുന്ന ഉപവാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ തെറ്റിദ്ധരിച്ചു. തലയെ വേഴത്തെ പോലെ ഉണീക്കുക, 8 വെണ്ണീറും ഉടുത്ത് കിടക്കുക. അതാ ഉപവാസം അവർ തെറ്റിദ്ധരിച്ചു. അവർ വിചാരിച്ചത് ബാഹ്യമായ പ്രഹസനങ്ങളാണ്. ഉപവാസവും തെറ്റിദ്ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരീശൻ ഇങ്ങനെ പറയുന്നില്ലേ? ലൂക്കോസ് സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന കർത്താവ് ഉപമയായിട്ട് പറഞ്ഞല്ലോ. ഉപമയെല്ലാം നടന്ന സംഭവം കർത്താവ് ഈ ആലയത്തിൽ വരുമ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഈ ജെറുസലേമിലെ ടെമ്പിളിൽ ഇടയ്ക്കിടയ്ക്ക് വരും. വരുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാര്യം കർത്താവ് മഹാദൈവം അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, പരീശന്റെ പ്രാർത്ഥന തന്നെ വാസ്തവത്തിൽ ദൈവത്തോടല്ല, തന്നോട് തന്നെയാണ്. കർത്താവ് പറഞ്ഞതായതുകൊണ്ട് വലിയ അർത്ഥമുണ്ട്. കർത്താവ് ഇവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇത് മേളിലോട്ട് പോകത്തില്ല. സ്വതന്ത്ര ഇവിടെ ചുറ്റി കിടക്കും ശബ്ദം.
തന്നോട് തന്നെ പ്രൈസലോട് എന്തോ പറയുന്നു? ഹല്ലേലൂയ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയും. പുറകോട്ട് നോക്കുക, പാവപ്പെട്ടവൻ അങ്ങ് ദൂരെ നിൽക്കുക, ചുങ്കക്കാരൻ. പ്രൈസലോ അങ്ങ് ആകാരത്തിന്റെ അങ്ങ് കോർണറിൽ പോയി നിൽക്കുക ദൂരത്ത്. അവനവിടെ മാറത്തളിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് ഈ പരീക്ഷന്റെ ഒരു പറച്ചിലാണ്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയും ശേഷം മനുഷ്യനെ പോലെയും അല്ലാഹിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ 2 വട്ടം ഉപവസിക്കുന്നത്. പ്രൈസലോ ഒരിക്കലൊരു ദൈവദാസ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതുപോലെ 2 വട്ടം എന്ന് പറഞ്ഞപ്പോൾ ദൈവം 2 പൂജ കിട്ടും. 2 വട്ടം ഇവന്റെ ഉപവാസത്തിന് 2 സീറോ. അവൻ പറഞ്ഞാലേ 2 സീറോ. പരീക്ഷ ഉപവാസത്തിന്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാ, ഉപവാസം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപവാസത്തിൽ എന്താ, എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ഒരുങ്ങണമെന്നും പരീക്ഷ അറിഞ്ഞുകൂടാ. അവരൊരു ചടങ്ങ്, ട്രഡീഷനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് കടന്നു വരേണ്ടതെന്ന് അറിയാമോ? ഉപവാസത്തിന് കടന്നു വരുമ്പോൾ അന്യായ ബന്ധനങ്ങളെ നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കണം, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കണം, എല്ലാം നുഖത്തെയും തകർക്കണം. ഇതല്ലേ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അന്യായമായിരിക്കുന്നതൊക്കെയും എന്ത് ചെയ്യണം? അഴിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പാപബോധം വരുത്തുന്ന വിഷയങ്ങളിലെല്ലാം ക്രമീകരണം വരുത്തി സമർപ്പണത്തോട് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തിയത്. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഉപവാസത്തിന് വേണ്ടി ശമൂവേൽ ജനത്തെ ഒരുക്കുകയാണ്. 1 ശമൂവേൽ 7-ന്റെ 3, 4, 5 വാക്യങ്ങൾ നാം വായിച്ചു കേട്ട് കഴിഞ്ഞു. അവിടെ ശമൂവേൽ ഇസ്രായേൽ ഗൃഹത്തോട് പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ. അപ്പോൾ എങ്ങനെ വേണം ദൈവത്തിലേക്ക് തിരിയാൻ? പൂർണ്ണ ഹൃദയത്തോടെ. ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് ദൈവം പറയുന്ന കൽപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. ദൈവം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും നീ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണതയിൽ കുറഞ്ഞ ഒന്നും ദൈവത്തിന് വേണ്ട. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിലേക്ക് തിരിയുന്നെങ്കിൽ എന്ത് ചെയ്യണം? അന്യ ദൈവങ്ങളെയും അസ്തരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഇടയിലെ വിഗ്രഹങ്ങളെ നീക്കിക്കളയണം, അശുദ്ധികളെ നീക്കിക്കളയണം. എന്നിട്ട് യഹോവയെ മാത്രം സേവിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതാണ് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുന്ന പ്രൈസ് ദി ലോർഡ് വലിയവനായ ദൈവം പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഓർപ്പിച്ചത് ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. യെരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം, 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. 3-ന്റെ 10-ാം വാക്യം. ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വലിയവനായ ദൈവം സംസാരിക്കുക, കൽപ്പിക്കുക. ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ എന്ന് പറഞ്ഞ യഹൂദ രാഷ്ട്രത്തെ കുറിച്ച് പറയുകയാണ്. കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ ദൈവത്തിലേക്ക് ചേർന്ന് വരുന്ന ഓരോ സന്ദർഭങ്ങളിലും പറയും, പുറമെ പറയും, ഉറക്കെ പറയും, കർത്താവേ ദൈവമേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വരുന്നു. പക്ഷേ ഹൃദയത്തെ നോക്കുന്ന ദൈവം നോക്കിയപ്പോൾ കണ്ടതെന്താണെന്ന് പൂർണ്ണ ഹൃദയത്തോടെ അല്ല, കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഇന്ന് വളരെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് വരുമ്പോൾ കർത്താവേ ഞാൻ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം മനം നോക്കുക.
നമ്മുടെ ഹൃദയത്തെ നോക്കിയ, നമ്മുടെ ജീവിതത്തെ ആകമാനം നോക്കി നോക്കുക. ദൈവം ചക്രവർത്തിമാരെ വരെ തുലാസിന്റെ തട്ടിൽ കയറി തൂക്കി നോക്കുന്നവനാണ്. ഞാൻ തുലാസിന്റെ തട്ടിൽ ആരെ? ബേൽഷസറെ. ആര്? ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. ചക്രവർത്തിയെ ദൈവം തുലാസെ കയറ്റി നിർത്തിയിട്ട് ദൈവം തൂക്കിയപ്പോൾ ദൈവം എങ്ങനെ കണ്ടു? തൂക്കത്തിൽ കുറവുള്ളവനായി കണ്ടു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? അവനെ ന്യായം വിധിക്കുക. ദൈവത്തിന് മുഖോഷമില്ല, വലിപ്പ ചെറുപ്പമില്ല. ചക്രവർത്തി ദൈവം കയറ്റിക്കുന്നു, പാഷന്മാരെ കയറ്റി നിർത്തും, വിശ്വാസിയെ കയറ്റി നിർത്തും. ഒരാൾ ചിന്തിക്കുക ഞാൻ വലിയ നേതാവെന്ന് പറഞ്ഞാൽ നേതാവിനെയും കയറ്റി നിർത്തും. എന്നിട്ട് സ്വർഗം തൂക്കി നോക്കും. സ്വതന്ത്രം 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 തൂക്കി നോക്കും, തൂക്കി നോക്കും. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. സ്തോത്രം. സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട് കണ്ട യഹോവയുടെ ഈ 7 കണ്ണുകൾ സന്തോഷിക്കുന്നു എന്ന് സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ദൈവജനം ശ്രദ്ധിക്കണം. ആലയം പണിയുന്ന സെരുബ്ബാബേലിന്റെ കയ്യിൽ എന്തുകൊണ്ട്? തൂക്കട്ടെ. പ്ലം ലൈൻ ഉണ്ട്. പ്ലം ലൈൻ കണ്ടിട്ട് ദൈവം സന്തോഷിക്കുക. അപ്പോൾ പണിയുന്നത് എങ്ങനെയായിരിക്കണം? തൂക്കട്ട് വെച്ചായിരിക്കും. എങ്ങനെയും പണിയുകയായിരിക്കും. സ്തോത്രം സ്തോത്രം. Praise the Lord. എങ്ങനെയും പണിയുവാൻ നമുക്ക് അവകാശമില്ല. Hallelujah. Praise the Lord. കർത്താവ് നമ്മെ പണിയുന്നു. അപ്പോൾ തന്നെ മറുവശത്ത് നാം നമ്മെ തന്നെയും പണിയുന്നു. ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു, നമ്മിൽ പ്രവൃത്തി ആരംഭിച്ചിരിക്കുക. രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളായി തീർന്നവരുടെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തി ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം പണിയുമ്പോൾ നാം ഏൽപ്പിച്ചു കൊടുക്കണം, നാം വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം എന്ന തൂക്കുകെട്ടുകൊണ്ട് നാം ഓരോ ദിവസവും നമ്മെ തന്നെ അളക്കുക. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ 2012 നിന്ന് 2013 പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹൗ ഈസ് മൈ സ്പിരിച്വൽ ലൈഫ്? എൻ്റെ ജീവിതം എങ്ങനെയിരിക്കും? ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ തിരിഹിതത്തിനൊത്തവണ്ണമായി തീരുന്നുവോ? എൻ്റെ വിശ്വാസ ജീവിത യാത്രയിൽ ഞാൻ മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിന്റെ ട്രാക്കിൽ കൂടെ തന്നെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ബാൽവിഗ്രഹങ്ങളെയും അസ്ഥല പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് യഹോവയെ മാത്രം സേവിപ്പിൻ. എന്നാൽ യഹോവ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. അങ്ങനെ ജനം ബാൽവിഗ്രഹങ്ങളെ പ്രതിഷ്ഠകളെ എല്ലാം നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും ജനം ഒരുക്കപ്പെട്ടെന്ന് ശമൂവേലിന് മനസ്സിലായപ്പോൾ, പരിശുദ്ധാത്മാവ് ശമൂവേലിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ മിസ്പയിൽ ഒരുമിച്ച് കൂടുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. ഒരുക്കപ്പെട്ട ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. എവിടെ ആര് തങ്ങളെ തന്നെ ഒരുക്കുമോ അവരുടെ പ്രാർത്ഥന എന്റെ ദൈവം തള്ളിക്കളയത്തില്ല. ഇല്ല ഇല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെ ഒരുക്കപ്പെട്ട ജനമാണ് മിസ്പയിൽ ഒന്നിച്ചു കൂടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മിസ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, കാവൽമാടം.
ദൈവസാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന സ്ഥലമാണ്. അവർ ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസമേ എന്ത് ചെയ്തുള്ളൂ, ഉപവസിച്ചുള്ളൂ. ഒരു ദിവസം രാവിലെ അവരുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്നതിന് മുമ്പ് വിടുതലുണ്ടായി. സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരം വേഗത്തിൽ ചലിക്കും. രോഗബന്ധനങ്ങൾ അഴിക്കുന്നവനാണ് ദൈവം, ഗതികൾ മാറ്റുന്നവനാണ് ദൈവം, അവസ്ഥകൾക്ക് വേഗം വരുത്തുന്നവനാണ് ദൈവം. ഏതവസ്ഥയിൽ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി മനഭാരത്തോടുകൂടി നീ കടന്നു വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞ് അതിന്റെ മേൽ അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്, ശക്തനാണ്, ശക്തനാണ്. ഓ ദൈവപ്രവൃത്തി താമസിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ജയം, ജയം, ജയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ സ്വർഗത്തിന്റെ ഭൂമിയുടെ മേൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, അനുഗ്രഹം വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജയ. നിങ്ങൾ ഞാൻ പടകൂട്ടുന്നതിനെ ഭാഗ്യമല്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കാം. ഹല്ലേലൂയ. ദുഷ്ടൻ ഉയർത്തിയിരിക്കുന്ന വലിയ വന്മതിൽ, കന്മതിൽ, അതിന്റെ അപ്പുറം എന്റെ ദൈവം എന്നെ എത്തിക്കുന്നവനാണ്. എന്റെ ദൈവം സർവശക്തനാണ്, സർവശക്തനാണ്. ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് പിശാചിന്റെ വാഴ്ചകളെ അധികാരങ്ങളെ ക്രൂശിലായവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയ ജയവീരനാണ്. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണത്തിന്റെ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. യേശുവിൻ നാമത്തിൽ ദേശത്ത് അന്ധകാര ശക്തികൾ വ്യാപരിക്കുകയാണ്, പൈശാചിക ശക്തികൾ വ്യാപരിക്കുകയാണ്. ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു മർമ്മമാണ്. ഒരു കല്ല്, ഒരു വ്യക്തി, ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി, ആ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയൊരു പാറ ഉണ്ടെന്ന് വിചാരിക്കും. ആ പാറയ്ക്ക് പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ ആ പാറയെ കൊത്തുളി കൊണ്ടൊന്ന് ഒരു ഭാഷ വരുത്തിയിട്ട് അതിനൊരു ദേവന്റെ മുഖമോ ദേവിയുടെ മുഖമോ ആക്കിയിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പിശാചി കയറി വരും. അതാണ് മൂർത്തി എന്ന് പറയുന്നത്. പിശാച് ഉടനെ ആരാധന സ്വീകരിക്കാൻ അത് പോയി. അത് അവരും ഭാര്യയും പിള്ളേരും മാത്രമാകുമ്പോൾ അത് ചെറിയൊരു പിശാചാണ്. എന്നാൽ അതിനെ ആരാധിക്കാനായിട്ട് നാട്ടുകാരൊക്കെ കൂടി വരികയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു പിശാചിനെ ഈ ലൂസിഫർ അങ്ങോട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കാൻ വരുമ്പോൾ വലിയൊരു മൂർത്തിയാണ് വരുന്നത്. സഹോദരം, ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ പലയിടത്തും ഭൂതബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല. ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ ഭൂതങ്ങൾ മാറിപ്പോയിട്ടുണ്ട്, ഇളകിയിട്ടുണ്ട്, അഴിഞ്ഞു പോയിട്ടുണ്ട്. 106 ബന്ധനങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിരുന്ന സഭയില്, പുല്ലാട് സഭയില് വിശ്വാസി ഒരു സഹോദരി 106 ബന്ധനങ്ങളുണ്ടായി. ആ സഹോദരി ഇന്ന് ന്യൂയോർക്കിലുണ്ട്. അവരെ സ്നാനപ്പെട്ടു. ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു. അവർക്ക് അങ്ങനെ ബന്ധനം ഉണ്ടായതായിട്ട് നേരത്തെ കാണപ്പെടുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മ ശക്തി ശക്തമായി വ്യാപരിച്ചപ്പോൾ അവരുടെ ഇളകാൻ തുടങ്ങി.
അതിന് പിന്നെ അഴിഞ്ഞ് 106 തന്ത്രങ്ങൾ എണ്ണി അഴിഞ്ഞു. അതിലേറ്റവും അവസാനം അഴിഞ്ഞത് മണർകാട്ടെ മറിയുകയാണ്. മണർകാട്ട് നീ ഏതാന്ന് ചോദിച്ച പറഞ്ഞു മണർകാട്ടെ മറിയ. നസറേനായ യേശുവിന്റെ നാമത്തിൽ മറിയ അടിച്ചു. ദൈവത്തെ സ്തുതിക്കാമോ? ഞങ്ങളുടെ ചിലർക്ക് മനസ്സിലാകില്ല. മറിയ വിശാലല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഒഴികെ ആരെ ആരാധിച്ചാലും ആ ആരാധന സ്വീകരിക്കുന്നത് പിശാചാണ്. ഇന്ന് ലോകത്തിൽ 120 കോടി കത്തോലിക്കരുണ്ട്. ഈ രാജ്യം പ്രൊട്ടസ്റ്റന്റ് രാജ്യമായിരുന്നു. കത്തോലിക്കർ കുറവാണ്. പിന്നെ മലയാളികൾ കയറി വന്നാൽ കൂട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആരാധിക്കുന്ന മൂർത്തി മറിയ, മേരി. മേരിയുടെ പിമ്പിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ് വലിയ ശക്തി. ഒന്നുകൂടി വ്യക്തമാക്കാം. മേരി പിശാചല്ല. കർത്താവിന്റെ അമ്മ മറിയ വിശുദ്ധയായ സ്ത്രീയായിരുന്നു. കൃപ ലഭിച്ചവളായിരുന്നു. ഏറ്റവും ഒടുവിൽ നാം കാണുന്ന അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ കാത്തിരിക്കുക. അപ്പോസ്തലന്റെ മാളികമുറിയിൽ മറിയമുണ്ട്. കർത്താവിന്റെ അമ്മ മറിയയും കർത്താവിന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദാ, ശിമോനും കർത്താവിന്റെ സഹോദരിമാർ, അവരുടെ പേര് പറഞ്ഞിട്ടില്ല, അവരും കാത്തിരിക്കുക കർത്താവിന്റെ അപ്പോസ്തലന്മാരോട് ശിഷ്യന്മാരോട് ചേർന്ന്. പ്രൈസ് ദി ലോർഡ്. 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ നിശ്ചയമായിട്ടും മറിയയും പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അന്യഭാഷ അടയാളത്തിൽ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. പെന്തക്കോസ് പറഞ്ഞൊരു സഭ ഇല്ല. പെന്തക്കോസ് നാളിലുണ്ടായ അനുഭവം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ എടുത്തിരിക്കുക. അത് ദേശത്തെ ലോകത്തെ അറിയിക്കാനായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ചോ കൂടെ വിഷയമേ. എന്നാൽ പെന്തക്കോസ്റ്റിന്റെ അനുഭവം മറിയ അതിനുശേഷം വിശുദ്ധിയോടെ ജീവിച്ചു. എത്ര നാൾ ജീവിച്ചെന്ന് യൂദാസ് സ്തോത്രം മരിച്ചു. മറിയയുടെ ആത്മാവ് പർദീസയിൽ വിശ്രമിക്കുകയാണ്. മറിയ ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ദൈവസഭയിൽ ഉൽപ്രാവണം ചെയ്യുമ്പോൾ, കർത്താവിന്റെ മധ്യാകാശ വരവ് സംഭവിക്കുമ്പോൾ, രഹസ്യ വരവ് സംഭവിക്കുമ്പോൾ സഭയുടെ ഉൽപ്രാവണത്തിൽ മാത്രമേ മറിയ ഉയർത്തിയുള്ളൂ. അതുവരെ മറിയ വിശ്രമിക്കുകയാണ്. മറിയക്ക് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും ഗ്രാഹ്യം ഇല്ല. അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. മരിച്ചുപോയവരുടെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പർദീസയിൽ വിശ്രമിക്കുകയാണ്. സ്വതം ക്രിസ്തുവിനെ കൂടാതെ യേശുവിനെ വിശ്വാസിക്കാതെ പാപത്തിൽ ജീവിക്കുകയും പാപത്തിൽ മരിക്കുകയും ചെയ്യുന്നവർ യാതന സ്ഥലത്ത് പോകും. ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്യുന്നവർ പർദീസയിൽ പോകുന്നു. രണ്ടു കൂട്ടർക്കും ഈ ഭൂമിയിലേക്ക് ഇപ്പോൾ വരാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം. ദൈവമേ, ഈ ശക്തികളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ അന്ധകാര ശക്തി നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ സൈറ്റന് ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അവൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിലായിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. മത്തായി 17:29. ഈ പൈശാചിക ശക്തികൾ ചുറ്റുമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ ദൈവശക്തി ആവശ്യമാണ്, ദൈവ കൃപ ആവശ്യമാണ്. ഓ രമണ
Praise the Lord. Praise the Lord. Praise the Lord. Amen. Hallelujah. Hallelujah. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ആരണ്ടോ ദൈവമക്കളുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോകുക തീർത്ഥയാത്ര. അങ്ങനെ വത്തിക്കാനിലും കൂടെ പോകുന്നത് ഞാൻ അറിയാം. പോകാമെന്ന് ഞാൻ പറഞ്ഞു. നീ അവിടെ ചെന്നിട്ട് പോപ്പച്ചനെ കാണുമ്പോൾ കയ്യെ മുട്ടാണെന്നും തോന്നിയേക്കരുത്. ചിലപ്പോൾ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും വരെ തോന്നും. പ്രൈസ്തല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ്തല്ലോ. ഹല്ലേലൂയ. റോം എന്ന സിറ്റിക്കകത്തുള്ള ഒരു സ്ഥലമല്ലയോ ഈ വത്തിക്കാൻ. പ്രൈസ് പോയി കണ്ട കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഴപ്പമൊന്നും ഹല്ലേലൂയ. ബന്ധനം വലിച്ച് വാങ്ങി കൂട്ടരുത്. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു. കാലാകാലങ്ങളിൽ ശക്തമായിട്ടുള്ള വിവേക പഠനങ്ങൾ, ശക്തമായിട്ടുള്ള ഉപദേശ പഠനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം ഉള്ളവരായിട്ട് നാം തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനമോ നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോട് തിരിഞ്ഞവർ ആ ദിവസം ഉപവസിച്ച് അവർ വെള്ളം കോരി ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ദൈവസന്നിധിയിൽ വന്നപ്പോൾ വെള്ളം കോരി ഒഴിച്ചു. അത് ലിറ്ററലായിട്ട് ചെയ്തില്ലെങ്കിൽ, അവർ ചെയ്തെങ്കിൽ നാം അത് ചെയ്യേണ്ടുന്നത് സ്തോത്രം ആത്മീയമായിട്ട്. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പകരണം. ഉപവാസത്തിൽ നമ്മുടെ ഹൃദയം പകരണം. പൂർണ്ണമാനക ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ അല്പം പോലും ബാക്കി വെക്കാതെ പൂർണ്ണമായിട്ട് പകരുക. അതിനായിട്ടാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. അതുമാത്രമല്ല, അടുത്ത വാചകം, ഞങ്ങൾ 6-ാം വാക്യത്തിന്റെ 2-ാം വാചകം, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് ഇസ്രായേൽ മക്കൾ പറഞ്ഞു. ശമൂവേൽ അവിടെ വെച്ച് ന്യായപാലനം ചെയ്തു. എവിടെ? ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രമീകരണം വരുത്തേണ്ടുന്ന വിഷയങ്ങളിലെല്ലാം ക്രമീകരണം ഉണ്ടായി. ഓരോ വിഷയത്തിലും ന്യായപാലനം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പ്രൈസലോട്. ഒരു വ്യക്തി പറയാം, എനിക്ക് ഇന്ന വ്യക്തിയോട് ഉള്ള ബന്ധത്തിൽ ഒരു പ്രയാസം ഉണ്ടായി, ഞാൻ ചിലത് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അവരെന്ത് ചെയ്യുക? ശമൂവേൽ അവർക്ക് ന്യായപാലനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7-ാം വാക്യം വായിക്കുമ്പോൾ 7-ന്റെ 7 1 ശമൂവേൽ 7-ന്റെ 7. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചു കൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ജാഗരിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രു പത്തി വിടർത്താൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാളത്തിന്റെ അകത്തോട്ട് പുക അങ്ങോട്ട് കത്തിച്ച് ചൂട്ട് കത്തിച്ച് പുക അങ്ങോട്ട് വിടുമ്പോൾ, തീയുടെ ചൂടങ്ങോട്ട് വരുമ്പോൾ, പുക വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒളിഞ്ഞ് കൂടിയിരിക്കുന്ന സർപ്പം പാമ്പ് പുറത്തോട്ടൊന്ന് വരും. അത് വന്ന ഒന്ന് പാർട്ടി വിടർത്തുന്ന ചീച്ചും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപവാസത്തിൽ ശക്തമായിട്ട് ദൈവജനം ജാഗരിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുവിനെ ഇളക്കം വെച്ചു, അനക്കം പിടിച്ച് അവിടെ ഇരിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും ഭൂതശാന്തി ശുശ്രൂഷ നടത്തുന്നുണ്ട്. സത്യമാണ്, ഭൂതത്തിന് ശാന്തി. ഭൂതത്തിന് ഇപ്പൊ നല്ല റെസ്റ്റ് കൊടുക്കുക. അതാണ് ഭൂതശാന്തി. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഭൂതത്തിന് ശാന്തി കൊടുക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചു, പറഞ്ഞു, അതിന് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ല
അവന്റെ വീട് കവർ ചെയ്യാനോ അവന്റെ കോപ്പ് കവർന്നെടുക്കാനോ കഴിയില്ല. ബലവാനെ എന്ത് ചെയ്യണം? ആരെയും ബലവാൻ കർത്താവ് പറഞ്ഞ ഉദ്ദേശിച്ച ബലവാൻ പിശാച. കർത്താവ് സർവശക്തനാണ്, പിശാചിലും ബലവാനാണ്. ബലവാനെന്ന് പറഞ്ഞിട്ട് ഭയപ്പെടേണ്ടെന്ന കാര്യമില്ല. കാരണം നമ്മൾ ആരാധിക്കുന്ന കർത്താവ് സർവശക്തനാണ്. യേശുവിന്റെ നാമത്തിൽ ബലവാനെ പിടിച്ചു കിട്ടാനുള്ള അധികാരം തന്നിരിക്കുകയാണ്. കുടുംബത്തിന്റെ നിരപരാധന, ഉള്ളവരുടെ നിരപരാധന, അന്ധകാര ശക്തിയെ പിടിച്ചു കെട്ടുവാൻ യേശുവിന്റെ നാമത്തിൽ അധികാരമുണ്ട്. സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് എന്റെ കർത്താവ് അവസാനമായി പറഞ്ഞ വാക്കുകൾ മാർക്കോസ് 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന്. അപ്പോസ്തലന്മാരാൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പലർക്കും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവവൈതൽ വിശ്വാസത്തോടുകൂടെ ജാഗരിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു നാളുകളായി പോരാടുന്ന, ഭാരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധതമസ്സുകളുടെ ആധിപത്യങ്ങൾ തകരുവാനിടയാകും. അന്ധകാരാധിപത്യങ്ങൾ സ്വർഗീയ അഗ്നിയാൽ ദഹിക്കുവാനിടയാകും. യേശുവിന്റെ നാമത്തിൽ ജയക്കൊടി കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചു തോന്നുകയാണ്. ഇവനൊരു മഹാഭാവിയാണ്, നീതിദേവിയെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്തരന്മാർ അവന്റെ മരണം കാത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പൗലോസ് കൈ ഉടഞ്ഞു. ആണലിയെ തീക്കുണ്ടത്തിനകത്തിട്ടു. അത് ദഹിച്ചു പോയി, കഴിഞ്ഞുപോയി. പൗലോസിന് യാതൊരു ഹാനിയും ഉണ്ടായില്ല. യേശുവിന്റെ നാമത്തിൽ നീ പരിശുദ്ധാത്മാവിൽ ജാഗരിക്കുമ്പോൾ, നീ പരിശുദ്ധാത്മാവിനെ ഒന്ന് കുടയുമ്പോൾ അടുത്തു നിൽക്കുന്ന ദുഷ്ടശക്തികൾ നാമത്തിൽ വിടുതലിന്റെ ശക്തി ആഭരിക്കട്ടെ. പുതുക്കത്തിന്റെ അത്തലറവാന പുതിയ അഭിഷേകത്തിന്റെ പകർച്ച പുതിയ തട്ടിലേക്ക്, പുതിയ നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള ദിവസങ്ങൾ ഏൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അമ്മ മനസ്സിനെ ബന്ധിക്കുന്നു. യേശുവിൻ രക്തത്താൽ ചെയ്യാം, യേശുവിൻ വചനത്താൽ ചെയ്യാം. കൃപ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ജയക്കൊടി കേൾക്കുന്നു. കൃപ. ഹല്ലേലൂയ. ക്രമീകരണം പ്രാപിച്ച് മുന്നേറുന്ന, വിശുദ്ധീകരണത്തോടെ നീങ്ങുന്ന ദൈവത്തിന്റെ ജാഗരണത്തിന്റെ നേരെ പിശാച് തലയുയർത്തി കടന്നു. പക്ഷെ ഭയപ്പെടേണ്ടതില്ല. ഈ ഫെലിസ്തീന് പുറപ്പെട്ടു വന്നത് ഇസ്രായേൽ മക്കൾ കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു. 6-ാം വാക്യത്തിൽ അവർ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്തീനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. സ്വതന്ത്രം. അത് പ്രത്യേകിച്ച് ശമൂവേലിനോട് പറയേണ്ടത് ആവശ്യമില്ല. ശമൂവേൽ പ്രാർത്ഥന മതിയാക്കുന്നവനല്ല. ശമൂവേൽ പറഞ്ഞ വാചകം നമുക്കറിയാമല്ലോ. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. സ്വതന്ത്രം. അത് ശമൂവേലിന്റെ വാക്കുകളാണ്. ദൈവം ഇതിലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നാം ദൈവത്തോട് പാപം ചെയ്യില്ല. ഹല്ലേലൂയ. ശമൂവേൽ എന്ത് ചെയ്തു? 9-ാം വാക്യം വായിച്ചാട്ടെ. 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്തു,
യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ആമേൻ. അതാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. സർവാംഗ ഹോമം. എന്തിന്? ഇതിന് തുല്യമായിട്ട് നമുക്ക് കാണാനില്ല. പാൽ കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ എടുത്താണ് സർവാംഗ ഹോമയാഗം കഴിച്ചത്. പാൽ കുടിക്കുന്ന ആട്ടിൻകുട്ടി, അമ്മയുടെ പാൽ കുടിക്കുന്ന ആട്ടിൻകുട്ടി. ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്ന ദൈവം ഇതിൽ തന്നെ യാഗമായിട്ട് സമർപ്പിക്കണം. പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ നാം യാഗം അർപ്പിക്കുന്നത് മറ്റെന്തിനെയുമല്ല, നമ്മെ തന്നെയാണ്. പുതിയ നിയമ കാലങ്ങളിൽ ജീവിക്കുന്ന നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിത വർഗം നാം തന്നെയാണ്. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും രാജകീയ പുരോഹിത വർഗമാണ്. സ്വതന്ത്രം പാസ്റ്റർമാർ മാത്രമാണ് വിചാരിക്കരുത്. എല്ലാ ദൈവമക്കളും രാജകീയ പുരോഹിത വർഗമാണ്. പിന്നെ മിനിസ്റ്റീരിയൽ റാങ്ക്സ്, അതേ എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാർ, ഉപദേഷ്ടക്കന്മാർ, ഇടയന്മാർ. അവസാനം പറയുന്നത് സ്തോത്രം, ഉപദേഷ്ടക്കന്മാർ, ഇടയന്മാർ എന്ന് പറയുമ്പോൾ പാസ്റ്റേഴ്സ് കം ടീച്ചേഴ്സ് എന്നാണ്. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ സ്തോത്രം പാസ്റ്റർ ടീച്ചറായിരിക്കണം. അല്ലെ? അപ്പം അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടക്കന്മാർ, ഇടയന്മാർ, ഈ 5 വിധ ശുശ്രൂഷകളാണ്. അവസാനത്തെ ഒരുമിച്ചത് 2 പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ 4 വിധ ശുശ്രൂഷകൾ, 4 5 ആയിക്കോട്ടെ. ഇതാണ് മിനിസ്ട്രിയൽ റാങ്ക്സ്. എന്നാൽ പൗരോഹിത്യം എന്നറിയാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നാം എല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. പുരോഹിതന്മാരും യാഗവും. പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ യാഗാർപ്പകന്മാർ, പുരോഹിതന്മാർ, നാം നമ്മെ തന്നെ യാഗമർപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിന് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള നാം നമ്മെ തന്നെ യാഗമായിട്ട് അർപ്പിക്കുക. അതുപോലെ കർത്തൃമേശമുള്ള ബന്ധത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും നാം നമ്മെ തന്നെ വിധിക്കണം. നമുക്ക് കൂട്ടു സഹോദരനെ വിധിക്കാനാണെങ്കിൽ പല നാവാം. സ്വത്രം. എന്നാൽ ശ്രദ്ധിക്കുക, ജഡ്ജ് ഞാന്, പ്രതിക്കൂട്ടി ഞാന്, എന്നെ തന്നെ വിസ്തരിക്കുന്ന അറ്റോർണി ഞാൻ തന്നെ, ലോയർ ഞാൻ തന്നെ. വിക്കിപ്പോയോട്ടെ, ഞാൻ പറയാൻ പറയാം. ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ജഡ്ജ് ഞാനും കൂട്ടു സഹോദരൻ പ്രതിക്കൂട്ടിലാണെങ്കിൽ എനിക്ക് നല്ല ഉത്സാഹം. പക്ഷേ അതിനനുവദിക്കുന്നില്ലല്ലോ ബൈബിള്. പുതിയ നിയമം അതിനനുവദിക്കുന്നില്ലെന്ന്. ജഡ്ജ് ഞാൻ പ്രതിക്കൂട്ടിൽ എന്നെ കയറ്റി നിർത്തണം, എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കണം. എങ്ങനെ? മുമ്പേ പറഞ്ഞതുപോലെയല്ല, 2 കൊരിന്ത്യർ 10 പറയുന്ന പോലെയല്ല. ഞാൻ ഇതുകൊണ്ട് എന്നോട് തന്നെ മയപ്പെടുത്തി ചോദിക്കാൻ പാടില്ല, ഇതെല്ലാം ചോദിക്കണം മൊത്തം. പാൽ കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ സർവാംഗ ഹോമം കഴിച്ചു. ഫെലിസ്ത്യർ അടുത്തു വന്നുകൊണ്ടിരുന്നു. പക്ഷേ സമ്പൂർണ്ണ യാഗാർപ്പണം നടത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വിശുദ്ധീകരണത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ക്രമീകരണം പ്രാപിച്ച ദൈവത്തിൽ അടുത്തു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അഭിഷേകത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ദൈവം വലിയ ഇടി മുഴക്കി പാഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഫെലിസ്ത്യരെ ഭ്രമിപ്പിച്ചു. മഴയില്ലാതിരുന്ന സമയത്ത് വലിയ ഇടിമുഴക്കി, അല്പം പോലും മേഘമില്ലാതിരുന്ന സമയത്ത് ഭയങ്കര ഇടിമുഴക്കി. അവരെ പേടിപ്പിച്ചു കളഞ്ഞു. അതുപോലത്തെ ഇടിയായി പോയി, അതുപോലത്തെ കൊല്ലാൻ വേണ്ടി ഇടിയ, നടുങ്ങുന്ന ഇടിയ.
അന്ത്യകാലത്ത് ദൈവം തന്റെ കോപത്തിന്റെ ആയുധങ്ങൾ പുറത്ത് എടുത്തിരിക്കുന്നെന്നാണ് പ്രവാചകൻ പറയുന്നത്. നാം ജീവിക്കുന്ന കാലമാണ് അന്ത്യകാലമുള്ളത്. ഹല്ലേലൂയ. വെള്ളത്തിന് തീ പിടിച്ചുകൊണ്ടല്ലേ സ്തോത്രം ഹല്ലേലൂയ ആന്ധ്രയിൽ സമുദ്രം കരയിലേക്ക് പാഞ്ഞെടുത്തു വന്നത്. 200 മൈൽ സ്പീഡിൽ അതിശക്തിയായിട്ടുള്ള കാറ്റിന്റെ മുമ്പിൽ H2O വെള്ളം, ഹല്ലേലൂയ സഹോദരൻ, 2 ഹൈഡ്രജൻ ഒന്ന് ഓക്സിജനും ആയിരുന്നത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സ്പ്ലിറ്റ് ആയി പോയി. സ്പ്ലിറ്റ് ആയ എന്തോ പറ്റും, കത്തും. വെള്ളം കത്തിയെന്നു, വെള്ളം കത്തും. കത്തുന്നത് തീയ വെള്ളം കൊണ്ടില്ലയോ കെടുത്തുന്നത്. ഫയർ ഫൈറ്റേഴ്സ് ഇവിടെ നേരെ തിരിച്ച് വെള്ളം കത്തിക്കുമെന്ന് പറഞ്ഞു. ഇടിമുടക്കി ശത്രുക്കളെ പ്രേരിപ്പിച്ചു. അവർ തോറ്റോടുവാനിടയായി, പേടിച്ചോടുവാനിടയായി. അവരുടെ പുറകെ ഇസ്രായേൽ പാഞ്ഞു അവരെ സംഹരിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ 12-ാം വാക്യത്തിൽ ആരംഭത്തിൽ വായിച്ച വാക്യം 1 ശമൂവേൽ 7:12 ഒന്നുകൂടെ ഉറക്കെ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്തു മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ എബെനേസർ എന്ന് പേരിട്ടു. ആമേൻ. ആ ദിവസം രാവിലെ ആരംഭിച്ച ഒരു 8 മണിക്ക് ആരംഭിച്ച ചിന്തിക്കുക ഉപവാസ പ്രാർത്ഥന, വൈകിട്ട് 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഒരു വലിയ കൽത്തൂൺ നാട്ടിയിട്ട് ശമൂവേലിനെ ഇങ്ങനെ പറയുവാൻ ദൈവം ഇടയാക്കി. യഹോവ ഇത്രത്തോളം സഹായിച്ചു. ഇപ്പോൾ ഈ കാബോധം എന്തായി തീർന്നു? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഇസ്രായേലിന് പോയി എന്ന സ്ഥാനത്ത് ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം വീണ്ടും മടങ്ങി വരികയാണ്. ദൈവം ഇറങ്ങി വരികയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഒരു ദിവസം ഉറവസിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം മടങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ളത് ഓർപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 13-14 വാക്യങ്ങൾ കൂടെ പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ആ ദൈവം നീ അത്ര ഒതുക്കാൻ ശ്രമിച്ചാലും ചിലതൊന്നും ഒതുക്കത്തില്ല. പക്ഷെ ദൈവം ഒതുക്കിയാൽ മക്കളെ ഒതുക്കണമെന്ന് വിചാരിച്ചു ഒതുങ്ങത്തില്ല. ഇവിടെ ആണെങ്കിൽ ഒട്ടും ഒതുക്കാനും ഒതുക്കില്ല. പിന്നെ ചൈൽഡ് അബ്യൂസായി, ആ അബ്യൂസായി. പക്ഷേ ഒതുക്കുന്നത് ആരാ? മനുഷ്യ മനസ്സുകളുടെ മേൽ, സ്വന്തം ഭാര്യയുടെ മനസ്സിന്റെ മേൽ, ഭർത്താവിന്റെ മനസ്സിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെ മേൽ അധികാരം ദൈവത്തിന്. മർക്കോസ് 5-ൽ കാണുന്നത് പോലെ അവന്റെ അമ്മാച്ചന്മാരും കാരണവന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും കൂടെ ആയിരിക്കും അവനെ ചങ്ങല കൊണ്ടും വിലങ്ങ് കൊണ്ടും ബന്ധിച്ചത്. ഏകദേശത്തെ മൂതവസ്ഥനെ ഇവന് ഓടിപ്പോകാതിരിക്കേണ്ടതിന് ഇവനെ ചങ്ങല കൊണ്ട്, നല്ല മുഴുത്ത ചങ്ങല കൊണ്ട് അവർ ബന്ധിക്കുക. പക്ഷെ ഇവൻ ദുരാത്മാവിനാൽ അങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പം ഇങ്ങനെ ഉരുമി പൊട്ടിയില്ല. കാരണം അവിടെ എവിടെയോ ഇട്ട് ഉരുമി അത് പൊട്ടിച്ചിട്ട് അവനൊരു പോക്ക എന്ന് പറഞ്ഞാൽ ചങ്ങല കൊണ്ടും വിലങ്ങുകൊണ്ടും പോലും അവരെ ഒതുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നസറേയനായ യേശു പടകിൽ അങ്ങോട്ട് കരയിലോട്ട് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. യേശുവിന്റെ അടുക്കൽ അവൻ കുഞ്ഞാട് പോലും കൂടി. വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിന് ഒതുക്കാൻ കഴിയാതെ ഒതുക്കിയ ക്രിസ്തു. യേശുവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഒതുങ്ങാതിരിക്കുന്നതിന് വിപ്ലവശമ്മതം വ്യാപരിക്കുന്ന വൈശാല്യം. ദൈവവൈതലേ പ്രൈസലോത്സവം ഹല്ലേലൂയ. ചിലപ്പോൾ ചില അവസ്ഥകൾ കുടുംബപൂർവ്വം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് റിബല്യസ് ആയ അനുഭവങ്ങൾ കുടുംബത്തിന്റെ ഉള്ളവയിൽ കടന്നു വരുമ്പോൾ നീ സ്തോത്രം വാക്കിന് വാക്ക് പറയാതെ നീ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ?
ആ ജീവിതത്തോട് വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ മനസ്സുകൊണ്ട് ശാസിച്ചാൽ മതി. ആ ബന്ധനമായി സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഫിലിസ്ത്യർ ഒതുങ്ങി. ഇങ്ങനെ ഫിലിസ്ത്യർ ഒതുങ്ങി. ദൈവത്തിന്റെ കരം ചലിക്കുമ്പോൾ ശത്രു പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെ യഹോവയുടെ ഫിലിസ്ത്യർക്ക് വിരോധം. 14 ഞാൻ വിസ്തരിക്കുന്നില്ല. എക്രോൺ മുതൽ ഗത്ത് വരെ ഫെലിസ്തർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. എന്തിനു വേണ്ടി ഉപസിക്കുന്നു? നഷ്ടപ്പെട്ടത് തിരികെ. ഇത് ഇസ്രായേലിൻ്റെതായിരുന്നു, പക്ഷെ ഫെലിസ്തർ പിടിച്ചടക്കി. അത് ഇസ്രായേലിന് തിരികെ കിട്ടി. ഉപവാസത്തിൽ വിഷയം നഷ്ടപ്പെട്ടത് തിരികെ കിട്ടണം. അടുത്തത് ആ വാചകത്തിന്റെ അവസാനം, അവയുടെ അതിർനാടുകൾ ഇസ്രായേൽ ഫെലിസ്തരുടെ കയ്യിൽ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കാൻ മാത്രമല്ല, പുതിയത് ചിലതും പ്രാപിക്കും. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. എന്റെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രാർത്ഥന, എന്റെ കർമ്മം, എന്റെ സമർപ്പണം, അതെനിക്ക് തിരികെ. കാലങ്ങളുടെ കടന്നുപോയി ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്ന് എന്തെല്ലാം മാറിപ്പോയിട്ടുണ്ട്. കുറെ എനിക്കറിയാം, പൂർണ്ണമായിട്ട് അങ്ങേക്കറിയാം. എല്ലാവരും പത്രോസ് ദുഃഖിച്ചു, കർത്താവേ സഹനവും അങ്ങേക്ക് സഹനം. അത് മാത്രമല്ല, എനിക്ക് പുതിയ ചരക്കുകൾ തരണം. പുതിയ ചരക്കുകൾ, പുതിയ ചരക്കുകൾ, പുതിയ ചരക്കുകൾ. അത് നൽകുവാനുള്ള സാമ്പത്തികം അവിടുന്ന് സാമ്പശക്തി. എനിക്കത് വേണം മാത്രം, അത് വേണം. കൃപയേറും കർത്താവിലും വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ശ്വാസം. ഭൂവാസം മനോഹരമായി നഷ്ടപ്പെട്ടു പോയതിനെ മാത്രമല്ല, ഹല്ലേലൂയ, പുതിയൊരു അനുഭവം കൂടെ കർത്താവ് തരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ആര് ദൈവസ്ഥലിൽ സമർപ്പിക്കുന്നുവോ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നുവോ, യഥാർത്ഥമായ ദൈവസ്ഥലിലേക്ക് മടങ്ങി വരുവോ, പ്രൈസ് ഗോഡ്, എന്തിനെങ്കിൽ ദൈവം ഇന്ന് മുൻകാലം ഹല്ലേലൂയ ഏത് പാപവും ക്ഷമിച്ച്, ഹല്ലേലൂയ ഏത് കണ്ടീഷനിൽ മാറ്റിയിട്ട്, ഹല്ലേലൂയ ദൈവം ചില അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാഹനേർന്ന സൗകര്യത്തിന് കഴിച്ചതുപോലെ ഇന്ന് പോൽക്കാല ഹല്ലേലൂയ നമ്മുടെ വിശുദ്ധരോഹിതപരമായിരിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ ലോകം കാണട്ടെ, ലോകം അത്ഭുതങ്ങൾ കാണട്ടെ, ഹല്ലേലൂയ ലോകം വിടുതൽ കാണട്ടെ, ഹല്ലേലൂയ നമ്മുടെ പരാജയങ്ങൾ ദൈവസ്ഥലിൽ സമ്മതിക്കാം. ഓ, നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം, നമുക്കറിയാം. ഹല്ലേലൂയ കർത്താവേ, ആ യേശുശാസ്ത്രി ഹല്ലേലൂയ ആയത്തുമ്പിൽ കവട വീടുവാൻ പ്രാർത്ഥിച്ച പോലെ ആവശ്യം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകരും കടന്നു വരുവാൻ വേണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഒരുക്കിയ സന്ദർഭമാക്കിയാൽ നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ, ദിവസങ്ങളിൽ നമ്മൾ താഴ്ത്തപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആരുടെ ഹൃദയത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, ഹല്ലേലൂയ. ഓ, തന്നെ ജനത്തെ സ്നേഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ അവരുടെ ആദരവ് തോന്നുന്ന ദൈവം, ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം നമ്മളോട് മനസ്സറിഞ്ഞിരിക്കുന്നു.